Hare Krishna, Hare Krishna, Krishna. Om Ajnanadmirandasya Jnanajnanashalaakaya Chakshurunmilitam Yena Tasmai Shri Gurave Namah. Sri Chaitanya Manobishtam Sthapitam Yena Bhutale Swayam Rupakadamyaham Dadati Svadantikam Vandeham Sri Guru Sri Udapadamalam Sri Urin Vaishnavamscha Sri Rupam Sagrajadam Sagana Raghunathanidam Tam Sajivam Sadvaitam Savadudam Harijana Sagitam Krishna Chaitanya Devam Sri Radha Krishna Padan Saganaralada Sri Vishaganidamsa He Krishna Karana Sindhu Dinabandho Jagatpade Gopesha Gopika Kanta Radha Kanta Namostude Tappakanjana Gaurangi Radhe Vrindavaneshwari Vrishabhani Sude Devi Pranamami Hari Priye Narayanam Namaskritya Naranjaiva Narottamam Devim Saraswatim Vyasam Tado Jayamudriye Nashtaprayesha Bhadresha Nityam Bhagavata Sevaya Uttama Sloke Bhaktim Bhavati Naishtagi Ugangarodi Vajalam Pangulyange Degirim Yatprabhadamakam Sri Gurum Dinadaranam Chaitanyam Ishwaram Paramananda Madhavam Nama Om Vishnupadaya Krishna Prestaya Bhutale Srimade Bhakti Vedanta Swamin Nidhi Namini Namaste Saraswati Deve Gauravani Prajarini Nirvishesha Shunyavadi Paschatya Deshadharini Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Sri Vasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya സത്സംഗത്തിലുള്ള എല്ലാവർക്കും നമസ്കാരം. കലിയുഗത്തിൽ നാമജപത്തിന്റെ പ്രാധാന്യം, അതാണ് നമ്മുടെ ഒരു വിഷയം. ഹൃദയ ധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യാം കലോ തത് ഹരികീർത്തന. ഭാഗവതം 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായം 52-ാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു. സത്യയുഗത്തിൽ, അതായത് യുഗധർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. നമുക്കറിയാലോ യുഗങ്ങൾ. സത്യയുഗത്തിൽ എന്താണ്? ഭഗവാനെ നമ്മൾ ധ്യാനിക്കുകയാണ്, അല്ലെ തപസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ത്രേതായുഗത്തിൽ ക്ഷേത്ര ആരാധനയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ദ്വാപരയുഗത്തിൽ നമ്മള് സേവനമാണ്. ഭഗവാനെ ക്ഷേത്രാരാധന, ദ്വാപരയുഗത്തിൽ ക്ഷേത്രാരാധനയും ത്രേതായുഗത്തിൽ യജ്ഞങ്ങളും ഒക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ കലിയുഗത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായ ഒരു രീതിയിൽ ഫലപ്രാപ്തിയോടെ ചെയ്യാനായിട്ട് കലിയുഗത്തിൽ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അപ്പൊ കലിയുഗത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമജപമാണ്. സങ്കീർത്തനം, നാമജപം, ഇവയൊക്കെയാണ്. അതായത് ഈ 3 യുഗത്തിലും നിഷ്കർഷിച്ചിട്ടുള്ള, സത്യയുഗത്തിൽ ധ്യാനവും അതുപോലെ തന്നെ ത്രേതായുഗത്തിലുള്ള യജ്ഞങ്ങളൊക്കെ നിർവഹിക്കുന്ന ൂടെയും അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ ക്ഷേത്രാരാധനയും
ഈ 3 കാര്യങ്ങളും നമുക്ക് കലിയുഗത്തിൽ നാമജപത്തിലൂടെ നമുക്ക് സ്വായത്താക്കാമാണ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഭഗവാന്റെ ആ ഒരു സ്മരണയിൽ നമുക്ക് ജീവിതം വളരെ നല്ല രീതിയിൽ നമുക്ക് ഈശ്വരാനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കീർത്തന ദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കലിയുഗത്തിൽ കൃഷ്ണന്റെ നാമസങ്കീർത്തനം, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം കൊണ്ട് നമുക്ക് എല്ലാവിധ ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാമെന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്. എന്തിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്? നമ്മുടെ ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. മനസ്സിലുള്ള കാമം, ക്രോധം, ലോഭം, അങ്ങനെയുള്ള അസൂയ, അങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവായി പോകണം. അതിനാണ് നമ്മൾ ഹരിനാമം ജപിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാനെ എൻ്റെ സ്മരണ നമ്മളിൽ ഉണർന്ന് വളരെ നല്ല ഒരു ചിന്തയോടുകൂടി ജീവിതം വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ഭഗവത് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അറിയാം, കലിയുഗത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കഠിനമായ യാഗങ്ങളോ യജ്ഞങ്ങളോ തപസ്സുകളോ ഒക്കെ ചെയ്യാൻ വളരെയധികം പ്രയാസം. അത് നമുക്ക് വളരെ പ്രയാസമുള്ളതിനാൽ ഹരിനാമജപം ആണ് നമുക്ക് വളരെയധികം ഉത്കൃഷ്ടമായത് കലിയുഗത്തിൽ. അതേപോലെ തന്നെ ഹരിനാമജപത്തിലൂടെ നമുക്ക് ജനനമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മൾ ജനനമരണ ചക്രത്തിൽ, അതായത് ഒരു ജന്മത്തിൽ വളരെ വിശിഷ്ടമായ ഈ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മം കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ജീവികളായിട്ട് അധമ ജന്മത്തിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ വൃക്ഷങ്ങളായിട്ടോ മറ്റു ജീവജാലങ്ങളായിട്ടോ ഒക്കെ ജനിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ആ ജന്മമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഹരിനാമജപത്തിന്റെ ലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം. അതേപോലെ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷവും ആനന്ദവും ഒക്കെ നമുക്ക് ഹരിനാമജപത്തിലൂടെ നമുക്ക് ലഭിക്കും. ശാന്തിയും ഒക്കെ ലഭിക്കും. ഭഗവാന്റെ ആ സ്മരണയിൽ നമുക്ക് ജീവിതം നമുക്ക് വളരെ നല്ല സ്വാർത്ഥകപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ഇസ്കോൺ സ്ഥാപകാചാര്യൻ സ്വാമി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ പറയുന്നു, ഹരിനാമം ഒരു ശബ്ദമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹരിനാമം അത് നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു ദിവ്യ ശക്തിയാണെന്നാണ് പറയുന്നത്. അപ്പം അത്ര പ്രാധാന്യമുണ്ട്. അതാണ് ഹരിനാമ ജപത്തിന് ലോകമെങ്ങ് കിട്ടിയ വളരെ അംഗീകാരവും. അതേപോലെ തന്നെ ഇപ്പം എല്ലാ രാജ്യങ്ങളിലും ഹരിനാമം ഒക്കെ ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നാമജപത്തിലൂടെ നമുക്ക് ഹൃദയശുദ്ധി, മറ്റുള്ള ഈ കാമം, ക്രോധം, ലോഭം, മോഹം അങ്ങനെയുള്ളവയെല്ലാം പോകുന്ന അതാണ് നാമജപത്തിന്റെ ഒരു ഗുണം. അതുപോലെ തന്നെ ചഞ്ചലമായ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്തി നമുക്ക് സ്ഥിരമുള്ള ഒരു ദൃഢമുള്ള മനസ്സാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഉത്കൃഷ്ടമായ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഭയവും ഉത്കണ്ഠയും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നതാണ്, ഹരിനാമജപത്തിലൂടെ പോകുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദുശീലങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി വളരെ ആത്മീയ നിയന്ത്രണവും സംയമനവും ഒക്കെ നമുക്ക് ഹരിനാമജപത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. പിന്നെ ഭക്തി വളരെയധികം വളരുകയും ചെയ്യും. അതുപോലെ തന്നെ ഈശ്വരനോടുള്ള സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം, വിശ്വാസം ഇവയെല്ലാം വർദ്ധിക്കുകയും ചെയ്യും. പിന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഭക്തരുമായിട്ട് കൂടണമെന്ന് തോന്നും, സത്സംഗത്തിൽ നമുക്ക് ചേരണമെന്നും തോന്നും. അങ്ങനെയുള്ള വളരെ നല്ല കാര്യങ്ങളും നമ്മുടെ ചിന്തയിൽ ഉണർന്നു വരികയും ചെയ്യും. അതുപോലെ തന്നെ ക്ഷമ, വിനയം, ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വളരാനായിട്ട്, കരുണ, ഇങ്ങനെയുള്ള അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടാകാനായിട്ട് സാധിക്കും. പിന്നെ ഈ ജപം, അതാണ് അത്രമാത്രം പ്രാധാന്യമുണ്ട് ജപം.
ജപം നമ്മൾ ജപിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ജപിക്കാതിരുന്നാലുള്ള ഒരു ജീവിതമാണെങ്കിൽ നമുക്ക് ഈശ്വരനെ മറന്നുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക്. അതേപോലെ തന്നെ ഈ മറ്റുള്ള ദുർഗുണങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് വേണമെങ്കിലും ഇത് അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മെ ജീവിതത്തിന്റെ അധപതനത്തിലേക്ക് നമ്മെ നയിക്കാം. അതുപോലെ തന്നെ ഹൃദയശുദ്ധി, പരിപൂർണത, ഹൃദയത്തിന് നല്ല ഒരു ശുദ്ധി, പരിപൂർണതയിലേക്ക് നേടാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ വൈകിയേ നമ്മളിലേക്ക് വരത്തുള്ളൂ. ചിലപ്പോൾ അത് ഉണ്ടാകാൻ പോലും സാധ്യത ഉണ്ടാവത്തില്ല. പിന്നെ നമുക്ക് ആത്മീയപരമായിട്ടുള്ള ആനന്ദം അതെന്താണെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കാത്ത ഒരു ജീവിതമായിരിക്കും. ആന്തരിക സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിക്കാൻ കഴിയാതെയുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. ഹരിനാമം എന്താണ്? ഹരി ആരാണ് ഹരി? ഭഗവാന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, പരമദിവ്യോത്തമപുരുഷനായ ഭഗവാനാണ് ഹരി. അതായത് നമ്മുടെ ദുഃഖങ്ങളും കൽമഷങ്ങളും ഒക്കെ അകറ്റുന്ന ആ പരമ ഈശ്വരനാണ് ഹരി. ഭഗവാന്റെ വിശുദ്ധ നാമം ഹരി എന്നുള്ള വാക്ക് തന്നെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റത്തവണ ജപിച്ചാൽ പോലും നമുക്കത് വളരെയധികം പുണ്യമാണെന്നാണ് പറയുന്നത്. ഭക്തരുടെ പാപങ്ങളും അജ്ഞാനങ്ങളും ദുഃഖവും ഭൗതിക ബന്ധങ്ങളും എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. അത്രമാത്രം വിശിഷ്ടമായ ആ കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള അനുഗ്രഹം തരുന്ന ആ ജഗദീശ്വരനാണ് ഭഗവാൻ. ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു ദിവ്യ ശക്തിയാണ് ഹരേ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭഗവാന്റെ ആ ദിവ്യ ശക്തിയെ അഭിസംബോധന ചെയ്യും. നമ്മളിപ്പോ ഒരു വ്യക്തിയെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു രാജേഷ് അല്ലെങ്കിൽ സുമേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേരെങ്കിൽ നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുന്നത് സുമേഷ് അല്ലെ രാജേഷ് എന്നൊക്കെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ഹരി എന്ന ആ വാക്ക് ഭഗവാന്റെ നാമമാണ്. അപ്പൊ ആ നാമത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതാണ് ഹരേ എന്ന് നമ്മൾ പറയുന്നത്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ സർവ ആകർഷകനാണ്, അതുപോലെ തന്നെ പരമപുരുഷനാണ് ഭഗവാൻ. അതുപോലെ തന്നെ ഹരേ എന്ന വാക്കിന് ഭഗവാന്റെ ആന്തരിക ശക്തിയായ ശ്രീമതി രാധാറാണിയെയും കൂടെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. സർവാകർഷകനായ കൃഷ്ണൻ, അതായത് കൃഷ്ണ എന്ന വാക്ക് കൃഷ്ണനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. രാമ എന്ന വാക്ക് പരമദിവ്യോത്തമ പരമ ആനന്ദം നൽകുന്ന ആ കൃഷ്ണനെയും രാമനെയും ഒക്കെയാണ് അവരുടെ നാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ നാമം, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹേ ശ്രീമതി രാധാറാണി, ഹേ കൃഷ്ണ, ദയവായി എന്നെ നിങ്ങളുടെ ശുദ്ധമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തണമേ എന്നാണ് അതിന്റെ അർത്ഥം. 500 വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ആയി അവതരിച്ചിരുന്നു. അപ്പം ഭഗവാൻ പറയുന്നുണ്ട്, ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തൈവ ഗതിരന്യത. കലിയുഗത്തിൽ ഹരിനാമം മാത്രമാണ്, മറ്റൊരു മാർഗവും അല്ലാതെ ഇല്ലെന്നാണ് പറയുന്നത്. 16 നാമങ്ങളും 32 അക്ഷരങ്ങളുമുള്ള മഹാമന്ത്രമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. കലിസന്ധാരണ ഉപനിഷത്തിൽ ആണ് ഇത് വ്യക്തമായി ഇത് പറയുന്നത്. കലിയുഗത്തിൽ ജീവികൾ എങ്ങനെ സംസാര ബന്ധനത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് പരമഭക്തനായ നാരദമുനി ബ്രഹ്മാവിനോട് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മാവാണ് ഇതിന് മറുപടി പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം പറയുന്നു. ഇത് ഷോഡശകം നാം കലികൽമഷ നാശനം ദാന പരതരോപ്പായ സർവദേശു ദൃശ്യതേ. ഈ 16 നാമങ്ങൾ കലിയുഗത്തിലുള്ള എല്ലാ പാപമാലിന്യങ്ങളെയും നശിപ്പിക്കുന്നു. എല്ലാ വേദങ്ങളിലും ഇതിന് ശ്രേഷ്ഠമായ മറ്റൊരു മാർഗം കാണുന്നില്ല. വേദങ്ങളിൽ പോലും ഈ നമ്മുടെ കലികൽമഷങ്ങളെയും നമ്മുടെ ഭൗതിക ബന്ധനങ്ങളെയും ഒക്കെ നമ്മളെ അകറ്റി ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കുന്നതിന് മറ്റൊരു
മന്ത്രം കാണുന്നില്ലെന്നുള്ളതാണ് വസ്തുത. ഹരേ കൃഷ്ണ മഹാമന്ത്രം യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യരുടെ സൃഷ്ടിയല്ല, ഇത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. ഭഗവാന്റെ ധാമത്തിൽ നിന്ന് വന്നിട്ടുള്ള മന്ത്രമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.